നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ 40 വയസ്സിന് മുകളിൽ നാം ഏവരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു വിഷയം കൂടിയുണ്ട്. നാം ഏവരും ഇന്ന് കാണുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെടുത്തി ഇല്ലെങ്കിൽ നമ്മൾ ആ വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട, നല്ലതിലേക്ക് എന്നുള്ളൊരു ചിന്ത പ്രായഭേദമന്യേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. നല്ല ആരോഗ്യം കാക്ഷിക്കാത്ത ആൾക്കാരില്ല. ഏവർക്കും ഒരു ആഗ്രഹമുണ്ട്, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം, അസുഖം പാടില്ല, അസുഖം വരാൻ പാടില്ല. അതിൽ നാം ഏവർക്കും വ്യക്തതയുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിലുള്ള പ്രോസസ്സിൽ വ്യക്തതയില്ല. അതായത് ആദ്യത്തെ ഒരു ശീലം, ഇന്ന് വളരെയധികം കണ്ടുവരുന്ന ശീലം, അതിന് എനിക്ക് സൊല്യൂഷൻ ഇല്ല, അത് ഏവരും തന്നെ തീരുമാനിക്കണം. അതായത് ഞായറാഴ്ച ചോറും കറിയും വെക്കുകയാണ്. ഭാര്യയും ഭർത്താവും IT കമ്പനിയിൽ ജോലി. 5 ദിവസത്തേക്കുള്ള ആഹാരം ഞായറാഴ്ച ഉണ്ടാക്കുന്നു. ഫ്രിഡ്ജിനകത്ത് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ച് നാം കഴിക്കുന്ന ശീലം ഇനി നമ്മളിൽ ഒതുങ്ങുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ നാളത്തെ ജീവിതശൈലി ഇത് തന്നെയാണ്. ഇത് പരക്കുകയാണ്. ഈ സ്ത്രീ ഓഫീസിൽ പോകുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് ഇങ്ങനെ ചെയ്യാമല്ലോ, ഫ്രിഡ്ജുണ്ടല്ലോ, അതിൽ വെക്കാമല്ലോ, കേടുകൂടാതെ ഇരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണ്. പതുക്കെ ഒരു 10 പ്രാവശ്യം പറയുമ്പം കേൾക്കുന്ന ആൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കാം എന്ന് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങുകയാണ് ദുശീലം. അത് കൊള്ളാം, ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ചോറും കറിയും വെക്കേണ്ട, ഞായറാഴ്ച കൂട്ടത്തിലായിക്കോട്ടെ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ തുടങ്ങുകയാണ്. പതുക്കെ ഈ ശീലം 1-ൽ നിന്ന് 10, 10 100ആയി, 100 1000ആയി മുന്നോട്ട് പോവുകയാണ്. കാരണം ബേസിക്കലി ഒരു എന്താ പറയുക, ദ മോസ്റ്റ് നാച്ചുറൽ തിങ് കംസ് ടു ഹ്യൂമൻ ബീയിങ് ഈസ് ലേസിനെസ്. മടിയാണ് മനുഷ്യൻ്റെ കൂടപ്പിറപ്പ്. മടി, അലസത. തീർച്ചയായിട്ടും ഇത് ഒരു വിഷയമാണ്. ഇതാണ് ആദ്യത്തെ ഒരു അനാരോഗ്യത്തിന് വഴിയൊരുക്കുന്ന ആദ്യത്തെ ശീലം. ഇന്നത്തെ കാലത്തെ ആദ്യത്തെ ശീലം ഇത് തന്നെയാണ്. ഇത് പൂർണ്ണമായിട്ടും മനുഷ്യനെ അനാരോഗ്യത്തിലേക്ക് നയിക്കും. തദ്വാര ക്യാൻസർ മുതലായ പല രോഗങ്ങൾക്കും തെളിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി ഇത് കണ്ടുപിടിച്ചിട്ടില്ല, ക്യാൻസർ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക. ഏത് ശീലത്തിൽ നിന്നാണ് എനിക്ക് ക്യാൻസർ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരം നിൻ്റെ ലൈഫ് സ്റ്റൈൽ. പല കാരണങ്ങളുണ്ട്, കോംപ്രിഹെൻസീവ്, 100,000 കാരണങ്ങളുണ്ട് എന്ന് പറയും. ആർക്കും ഒരു ഉത്തരവും പറയാൻ സാധിക്കില്ല. പലതിലൂടെയും ഇത് സംഭവിക്കാം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വഴി നമ്മളെ കൊണ്ട് അടയ്ക്കുവാൻ സാധിക്കും. ഈ വഴിയിൽ എനിക്ക് ക്യാൻസർ വരാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെച്ചുള്ള ഭക്ഷണം, പഴകിയ ഭക്ഷണം കഴിക്കുവാൻ പാടില്ല, അതിലൂടെ എനിക്ക് രോഗം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ ഓട്ടം നമുക്ക് അടയ്ക്കുവാൻ സാധിക്കും. ആ പഴുത് നമുക്ക് അടയ്ക്കുവാൻ സാധിക്കും. ദയവ് ചെയ്ത് ഇനി ഈ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് പഠിച്ച ആൾക്കാർ, അറിവുള്ള ആൾക്കാർ ഉണ്ടാകും. ഒരു വൈദ്യൻ, ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് ചോദിക്കുക, അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും. ഇത് നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ കൊണ്ടു നടക്കുക, ശീലിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവഴി കേട്ട് ഇതുവഴി പുറത്ത് വിടുക. അടുത്തത്, ഇന്ന് വീടുകളിൽ അലുമിനിയ പാത്രം ഉപയോഗിക്കുന്നു, അതിൽ കുക്ക് ചെയ്യുന്നു. എല്ലാവരും ഗൂഗിൾ ചെയ്യുക, അലുമിനിയ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാവും നമ്മൾ വിഷമാണ് എന്നും കഴിക്കുന്നത് എന്നുള്ളത്. നമ്മളിൽ ഏവരിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു കോൺട്രഡിക്ടറി ഹാബിറ്റ് ഉണ്ടാവും. കഴിക്കുന്ന മരുന്ന് ഫലിക്കാതെ ഇരിക്കുവാനുള്ള ഏതെങ്കിലും ഒരു കോൺട്രഡിക്ടറി ആയിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാവും. ഇത് അലുമിനിയമാണ്. ഈ അലുമിനിയം വിഷമായി ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാരും ചിന്തിക്കുന്നില്ല, നമ്മളാരും ചിന്തിക്കുന്നില്ല. നോക്കാത്ത ഒരു ഫാക്ടറാണ്, ശ്രദ്ധിക്കാത്ത ഒരു ഫാക്ടറാണ്. അലുമിനിയ പാത്രം കഴുകും തോറും കറുത്ത ദ്രാവക വസ്തു എന്തോ പുറത്ത് വന്നുകൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് ഏവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നോൺ സ്റ്റിക്കും.
ഈ നോൺ സ്റ്റിക്കിൽ നിന്ന് നിക്കൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണോ ആ കോട്ടിങ്, എന്തൊക്കെയോ ഒരു കെമിക്കലുള്ള കോട്ടിങ് കുറച്ച് കുറച്ചായിട്ട് അകത്ത് പോവുകയാണ്. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്, ഡോക്ടർ എനിക്ക് അത് വയ്യ ഇത് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അലുമിനിയം, നോൺ സ്റ്റിക്ക്, പഴകിയ ആഹാരം, ഈ 3 കാര്യം നാം മാറ്റി വെച്ചാൽ തന്നെ 70-80% ആരോഗ്യം തിരിച്ചു കിട്ടും. ഇപ്പോൾ രോഗിയായിരിക്കുന്നവരുടെ അസുഖം ഭേദമാകും, നമ്മളുടെ ആരോഗ്യ സംരക്ഷണവും നടക്കും എന്നുള്ളതിൽ സംശയത്തിന് അതീതമായ കാര്യമാണ്. സംശയിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നടക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഏവരും പരീക്ഷിച്ച് നോക്കുക. നമസ്കാരം.